മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി കപടഭക്തി കാണിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. സിപിഐഎമ്മും ബിജെപിയും അയ്യപ്പ സംഗമം രണ്ടായി നടത്തേണ്ടിയിരുന്നില്ലെന്നും ഒരുമിച്ചിരുന്നാൽ മതിയായിരുന്നുവെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല. സർക്കാർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി, കപടഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം എന്ത് മെസ്സേജാണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത്? മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് 10ാമത്തെ വർഷം ഇലക്ഷൻ്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ലോക്കൽ ബോഡി, അത് കഴിഞ്ഞ അസംബ്ലി. ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത്. കാപഢ്യമാണ് കാണിക്കുന്നത്. കാപഢ്യമാണ്. ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് 9 കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല. അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. UDFിൻ്റെ കാലത്ത് ചെയ്ത 112 ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി. അപ്പോൾ ശബരിമലയോട് ഇപ്പോൾ കാണിച്ചത് കപടഭക്തിയാണ്. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശവും മറ്റു ചില കാര്യങ്ങളും കൂടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, BJPയുമായി അവിശുദ്ധമായൊരു ബാന്ധവം കേരളത്തിലെ CPMനുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം. ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ ഇന്നലെ വികസന സദസ്സ്, ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇലക്ഷൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഇനി വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തൊരു മൗഢ്യമാണ് അത്! മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഗവൺമെൻറ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ടുണ്ട് വികസന സദസ്സ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം. എന്നിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ്. അവസാനമായപ്പോൾ ഇതൊക്കെ തുടക്കത്തിലല്ലേ, ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം, വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം, തീരദേശത്ത് എന്ത് ചെയ്യണം, മലയോരത്ത് എന്ത് ചെയ്യണം, പട്ടികജാതിക്കാർക്ക് പട്ടികവർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യണം, കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത്. ഇത് പോയി ഇനിയിപ്പോൾ ഇവരാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇക്കണക്കിന് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്! യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തലയിൽ കൈവയ്ക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട്. കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു, അപ്പൊ പേടിയായി. അപ്പൊ ന്യൂനപക്ഷ സംഗമം. ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തട്ടെ. ഹിന്ദു മഹാസംഗമം, ഇസ്ലാം സംഗമം, ക്രൈസ്തവ സംഗമം. ഞാൻ പറഞ്ഞില്ല, ഇവർ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഇപ്രാവശ്യം UDF വോട്ട് ചെയ്യും. കാരണം ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഇവരെ ഇത് കണ്ടത്.